ഡി സതീശൻ അനുഭാവികൾ വലിയ തോതിൽ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസവും നമ്മൾ അത് കണ്ടതാണ്. വിദേശത്തും അത് കണ്ടിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ളതാണ്. കോട്ടയം കുറുപ്പുന്തറ കവലയിൽ ആണ് ഈ സംഭവം. പോലീസ് എത്തിയാണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ച ആളിനെ പിന്തിരിപ്പിച്ചത് എന്നതാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്താണ്. ശ്രീജിത്ത്, ഒരുപാട് കാഴ്ചകൾ കാണേണ്ടി വരികയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം എന്നതാണ് ഏറ്റവും അത്ഭുതകരം. ജനങ്ങൾ വോട്ട് ചെയ്ത് ജനപ്രതിനിധികളെയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോഴും ആ പാർട്ടിക്ക്, മെജോറിറ്റി ലഭിച്ച പാർട്ടിക്ക് ഒരു മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതിനിടെയാണ് ഇത്തരം കാഴ്ചകളൊക്കെ നമ്മൾ കാണേണ്ടതായി വരുന്നത്. അവിടെയും പോലീസിനാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഏതെങ്കിലും പ്രവർത്തകർ വന്ന് അനുനയിപ്പിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ പോലീസുകാർ വന്ന് അനുനയിപ്പിച്ച് അദ്ദേഹത്തെ പറഞ്ഞയക്കേണ്ടതായി വരുന്നു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജി, അഭിലാഷ്, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ തോന്നുന്നത്. അതായത് ആത്മഹത്യാ ശ്രമം അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ആരാധകർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഒരു പാർട്ടി ജയിക്കുന്നു, അതിൻ്റെ പാർട്ടിയിൽ വ്യവസ്ഥാപിതമായ ചില ചർച്ചകൾ നടക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെ സാധാരണഗതിയിൽ പലയിടത്തും തെരുവിലൊക്കെ പ്രകടനങ്ങളൊക്കെ നടക്കാറുണ്ട്. പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ രഹസ്യമായ പോസ്റ്ററുകൾ ഒട്ടിക്കാറുണ്ട്, ഫ്ലെക്സ് ബോർഡുകൾ വെക്കാറുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ ഫ്ലെക്സ് വെച്ചിട്ടുള്ള നീക്കങ്ങൾ പലതും ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനൊക്കെ ഒടുവിലാണിപ്പോൾ ഒരാൾ ആത്മഹത്യക്ക് തന്നെ ശ്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പെട്രോൾ ശരീരത്തിൽ ഒഴിക്കുന്നു, അതിനുശേഷം ലൈറ്ററുമായി നിന്നുകൊണ്ടാണ് കുറുപ്പന്തറ സ്വദേശി ഫ്രാൻസിസ് എന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഈ ഒരു പ്രതിഷേധം നടത്തിയത്. ഫലത്തിൽ ഇതൊരു പ്രതിഷേധമാണ്. പോലീസ് ആദ്യം അടുത്തെത്താൻ ശ്രമിച്ചപ്പോൾ എത്തരുത്, കത്തിച്ച് കളയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഒടുവിലെത്തുകയും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയുമാണ് എന്തായാലും ചെയ്തിട്ടുള്ളത്. ചർച്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ദിവസങ്ങൾ ഒരുപക്ഷെ ചർച്ചകൾക്ക് ബാക്കിയുണ്ടാകും. ഡൽഹി ചർച്ചകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം കഴിയുന്നതോടുകൂടി എന്തൊക്കെ സംഭവിക്കും ഈ കൊച്ചു കേരളത്തിലെന്ന് സത്യത്തിൽ ചോദിക്കുകയാണ് അഭിലാഷ്. എന്തായാലും ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനങ്ങൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തു. ഇനി ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതിനിടെ ഈ തെരുവിലുള്ള ഇത്തരം കാഴ്ചകൾ അത് വോട്ടർമാർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല എന്നതാണ്. പ്രത്യേകിച്ച് പലതരത്തിലുള്ള രാഷ്ട്രീയം വെച്ചു പുലർത്തുന്നവരുണ്ടാകാം, നിഷ്പക്ഷ രാഷ്ട്രീയക്കാർ ഉണ്ടാകാം, ചാഞ്ചാട്ട വോട്ടുകളൊക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉള്ളവർ കൂടിയാണ് ഈ വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിച്ചിട്ടുള്ളത് എന്നതാണ്. ഓരോ മണിക്കൂറിലും ഇത്തരം കാഴ്ചകൾ ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ നാണക്കേടാകുന്നത് കോൺഗ്രസിന് തന്നെയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തിനാണ് ഇത്തരം പ്രവർത്തകർ ഇത്തരത്തിലുള്ള ചില കോമാളി വേഷങ്ങൾ എന്ന് മാത്രമേ ഇപ്പോൾ ഒരു പൊതുവിൽ, അതായത് ഒരു ജനാധിപത്യത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസമുള്ള ആളുകൾക്കൊക്കെ കണക്കിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്ത് ഇത്തരം ചർച്ചകളും ഒക്കെ പാർട്ടി നടത്തുക, പാർട്ടി അത് എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് ആരാണ് അടുത്ത മുഖ്യമന്ത്രി ആകേണ്ടത് എന്നത് സംബന്ധിച്ച് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇത്തരം അധിക വേഷങ്ങൾ ഒന്നും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കാണേണ്ടതായി വരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.